ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1644. ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി 183-ാമത്തെ ദിവസത്തിലെത്തി. അതെ, 6-ാം മാസം കഴിഞ്ഞ് 7-ാം മാസത്തിൻ്റെ ആദ്യ ദിനത്തിലെത്തി. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ആണ്ട് അതിൻ്റെ ആദ്യ പകുതി നമ്മൾ ജീവിച്ചു തീർത്ത് കേട്ടോ. 2-ാം പാതിയിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആരംഭവും കൂടിയാണ്. എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു 6 മാസക്കാലത്തെ ഓരോരുത്തരുടെയും ജീവിതത്തെ ആത്മീയ ജീവിതമെന്നും ഭൗതിക ജീവിതമെന്നുമൊക്കെ ഒരു രസത്തിനു വേണ്ടി നമ്മൾ തിരിക്കുന്നുണ്ടാവും. സ്വകാര്യ ജീവിതവും രഹസ്യ ജീവിതവും പിന്നെ പുറമേക്ക് മാത്രമുള്ള പരസ്യ ജീവിതവും അങ്ങനെ കൂടി ഒന്ന് തരംതിരിച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കടന്നുപോയ കുറച്ച് ദിനങ്ങൾ കർത്താവിൻ്റെ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ഒപ്പമൊക്കെയുള്ള ഒരു ചെറിയ യാത്ര. അത് നമ്മളിങ്ങനെ പെരുന്നാളുകളിലും വലിയ വിഭവങ്ങളുടെ വിരുന്നുമേശയിലുമൊക്കെ പറഞ്ഞും തിന്നും അവസാനിപ്പിച്ചിട്ട് ദിനങ്ങളാവുന്നതേ ഉള്ളൂ. എന്തായിരുന്നു ഒടുവിൽ അവശേഷിച്ചത്? അതല്ലെങ്കിൽ ഈ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആചരണങ്ങളും ഈ പിന്നാലെയുള്ള പോക്കുമൊക്കെ നൽകിയതും നൽകുന്നതുമൊക്കെ എന്താണ്? കുറെ കൂടി ഒരു ഭേദപ്പെട്ട ജീവിതം സ്വന്തമാക്കുന്നുണ്ടോ? അങ്ങനെ ഒന്ന് കൂടെ വേണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അറിയില്ല. ഒരാൾ മരിച്ചാൽ, അത്തരം ഒരു മരണവാർത്ത കേട്ടാൽ എൻ്റെ നിങ്ങളുടെയുമൊക്കെ ആദ്യത്തെ ചോദ്യവും പ്രതികരണവും അന്വേഷണവും എന്താണ്? സത്യത്തിൽ എങ്ങനെയാണ് മരിച്ചത്? എന്താ പറ്റിയത്? എങ്ങനെ മരിച്ചു എന്നാണ് നമ്മൾ മരിച്ചവരെ ഓർത്ത് വ്യാകുലപ്പെടുന്നത്, അന്വേഷിക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഒരാൾ മരിച്ചാൽ ദൈവം എന്താവും ആരായുന്നത്, അന്വേഷിക്കുന്നത്? അയാൾ എങ്ങനെ ജീവിച്ചു എന്നാവും. തീർച്ചയായിട്ടും അതെ, ഒരാൾ മരിച്ചാൽ ദൈവം അന്വേഷിക്കുന്നത് അയാൾ എങ്ങനെ ജീവിച്ചു എന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ എല്ലാ മനുഷ്യനും ഒടുവിൽ കണക്ക് കൊടുക്കേണ്ടി വരും, കണക്കുടയവനെ ബോധ്യപ്പെടുത്തേണ്ടി വരുമെന്ന് ഒട്ടും സംശയത്തിന് അല്പം പോലും സ്പേസ് ഇല്ലാതെ ക്രിസ്തുയേശു വ്യക്തമാക്കി തന്നതാണ്. അതെ, ന്യായാസനത്തിന് മുമ്പാകെ മനുഷ്യരൊക്കെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ടോ എന്ത് ചെയ്തെന്നാണ്, എങ്ങനെ ജീവിച്ചെന്നാണ്. എൻ്റെ നിങ്ങളുടെയുമൊക്കെ ജീവിതത്തെ ഒന്നും കൂടി ഒന്ന് ശുദ്ധീകരിപ്പാനായിട്ട് ക്രിസ്തുയേശുവിൻ്റെ ആ പ്രകാശത്തെ നമുക്ക് ഉൾക്കൊള്ളാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.